നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻവെന്ററി കൺട്രോൾ എന്നുള്ള യൂണിറ്റ് 4th യൂണിറ്റ് നമ്മൾ തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് അതിൽ ചെയ്യാനുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്കത് ഓരോന്നോരോന്ന് ചെയ്തു പോകാം. അപ്പോൾ ഫസ്റ്റ് വന്നത് നമ്മൾ കുറെ ലെവൽസ് പഠിച്ചു. സ്റ്റോക്ക് ലെവൽസ് തിയറിയിൽ കുറെ പറഞ്ഞു അല്ലെ. അതിൽ ഫസ്റ്റ് ലെവൽ എന്തായിരുന്നു? റീഓർഡർ ലെവൽ ആയിരുന്നു. അപ്പം അത് കാണാനൊരു ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ? 2 ഇക്വേഷൻസ് ഉണ്ട്. അത് ഏത് ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, സോൾവ് ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് റീഓർഡർ ലെവൽ കാണാൻ ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഇക്വേഷൻ ഏതാ? മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിംഗ് ദി ടൈം റിക്വയർഡ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറീസ്. അങ്ങനെ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇലുസ്ട്രേഷൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ റീഓർഡർ ലെവൽ ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് എന്ത് കാണാനാ പറഞ്ഞിട്ടുള്ളത്? റീഓർഡർ ലെവൽ കാണാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ ഇൻഫർമേഷനാ തന്നിട്ടുള്ളത്? മാക്സിമം കൺസപ്ഷൻ ഉണ്ട്, എത്ര? 400 യൂണിറ്റ് പെർ വീക്ക്. മിനിമം കൺസപ്ഷൻ എത്ര? 250 യൂണിറ്റ്സ് പെർ വീക്ക്. പിന്നെ റീഓർഡർ പീരീഡ് 4 to 6 വീക്ക്. അങ്ങനെ 3 ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? റീഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റീഓർഡർ ലെവലിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്വേഷൻ നോക്കുമ്പോൾ ഏതാ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? മാക്സിമം കൺസപ്ഷനും ഉണ്ട്, പിന്നെ റീഓർഡർ പീരീഡും ഉണ്ട്, മിനിമം കൺസപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ബേസിക്കലി ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ എന്താ ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പൊ അതിൽ മാക്സിമം കൺസപ്ഷൻ എത്രയാ തന്നിട്ടുള്ളത്? മാക്സിമം കൺസപ്ഷൻ എത്രയാണ്? 400 ആണ് അല്ലേ. പിന്നെ റീഓർഡർ പീരീഡ് എത്രയുണ്ട്? 4 to 6 വീക്ക് ആണ്. 4 to 6 അതിൽ ഏറ്റവും മാക്സിമം ആണ് നമ്മൾ എടുക്കേണ്ടത്. എത്രയാണ്? ഏതാണ് മാക്സിമം? 6 അല്ലേ. 4 എന്താവും? മിനിമം ആവും. മാക്സിമം ഏതാണ്? 6 വീക്ക് ആണ്. അപ്പോൾ മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറയുമ്പോൾ റീഓർഡർ പീരീഡ് എത്രയാണ്? 6. അപ്പൊ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പൊ എന്താണ്? 400 ഇൻറ്റു 6 എത്രയാ? 2400 യൂണിറ്റ്സ്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതില് സെയിം റീഓർഡർ ലെവൽ തന്നെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇൻഫർമേഷൻ ഏതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? മാക്സിമം സ്റ്റോക്ക് തന്നിട്ടുണ്ട്, മിനിമം സ്റ്റോക്ക് ഉണ്ട്, ടൈം റിക്വയർഡ് ഫോർ റിസീവിംഗ് ദ മെറ്റീരിയൽ ഉണ്ട്, ഡെയിലി കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അപ്പം ഇത്രയും ഇൻഫർമേഷൻ ആണ് നമുക്ക് അതിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ കൊടുക്കാം? സെക്കൻഡ് ഇക്വേഷൻ. അത് ഏതായിരുന്നു? മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിംഗ് ദി ടൈം റിക്വയർഡ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറീസ്. ഓക്കെ, അപ്പം ചെയ്യാം. അപ്പം റീഓർഡർ ലെവൽ ആണ് കാണേണ്ടത്. ഈ ഇക്വേഷൻ മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിംഗ് ദി ടൈം റിക്വയർഡ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറീസ്, ആ ഇക്വേഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? മിനിമം ലെവല് ക്വസ്റ്റ്യനിലുണ്ടോ? മിനിമം സ്റ്റോക്ക് ലെവൽ അല്ലേ. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. മിനിമം സ്റ്റോക്ക് എത്രയാണ്? 1000 യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1000 പ്ലസ് പിന്നെന്താ? കൺസപ്ഷൻ ഡ്യൂറിംഗ് ദി ടൈം റിക്വയർഡ് ടു ഗെറ്റ് ഫ്രഷ് ഡെലിവറീസ്. കൺസപ്ഷൻ ഡ്യൂറിംഗ് ദി പീരീഡ് റിക്വയർഡ് ഫോർ ഫ്രഷ് ഡെലിവറി. അപ്പം നമുക്ക് എന്ത് വേണം? കൺസപ്ഷൻ വേണം. കൺസപ്ഷനെ പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ലേ? ഡെയിലി കൺസപ്ഷൻ ഓഫ് മെറ്റീരിയൽ എത്ര യൂണിറ്റ് ആണ്? 50 യൂണിറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൺസപ്ഷൻ കിട്ടിയിട്ടുണ്ട്? എത്രയാ? 50 യൂണിറ്റ്സ്.
പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ടൈം പീരീഡും കൂടി ആവശ്യമുണ്ട്. നമുക്ക് എത്ര ടൈമാണെന്ന് അതിൽ തന്നിട്ടുണ്ട്. ടൈം റിക്വയർഡ് ഫോർ റിസീവിംഗ് ദി മെറ്റീരിയൽ 10 days. അപ്പൊ എല്ലാ ഇൻഫർമേഷൻ അതിലുണ്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്തു, മിനിമം സ്റ്റോക്ക് എടുത്തു, അതിലേക്ക് എന്ത് ആഡ് ചെയ്തു, കൺസെപ്ഷൻ, ഡെയിലി കൺസെപ്ഷൻ അതിൽ തന്നിട്ടുണ്ട്. കൺസെപ്ഷൻ പ്ലസ് ചെയ്ത് ചെയ്യാനാണ്. പിന്നെ എന്ത് വേണം, ടൈം പീരീഡും വേണം. അപ്പോൾ 50 ഇൻറ്റു ടൈം പീരീഡ് എത്ര, 10 days ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഇനി എന്ത് ചെയ്യണം, 50 ഇൻറ്റു 10, 50 ഇൻറ്റു 10 500. അപ്പം 1000 പ്ലസ് 500 is equal to 1500 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് തേർഡ് ഏത് ചെയ്യാനാ? മിനിമം സ്റ്റോക്ക് ലെവൽ കാണാനാ. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ലെവൽസ് പഠിച്ചതിൽ ഫസ്റ്റ് ഏതായിരുന്നു, റീഓർഡർ ലെവലായിരുന്നു. നെക്സ്റ്റ് ഏതായിരുന്നു, മിനിമം ലെവലായിരുന്നു. മിനിമം ലെവൽ കാണാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്ത്, റീഓർഡർ ലെവൽ മൈനസ് reorder level minus normal consumption ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതുന്നത്, ഇപ്പൊ ടൈം ഇങ്ങനെ കഴിയല്ലേ. നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. എന്താ, മിനിമം സ്റ്റോക്ക് ലെവൽ കാണാൻ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പം ക്വസ്റ്റ്യനില്, തേർഡ് ക്വസ്റ്റ്യനില് ഏതൊക്കെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്? കാൽക്കുലേറ്റ് ദി മിനിമം സ്റ്റോക്ക് ലെവൽ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. നെറ്റ് നോർമൽ കൺസപ്ഷൻ, നെറ്റ് നോർമൽ കൺസപ്ഷൻ തന്നിട്ടുണ്ട് 400 യൂണിറ്റ് പെർ വീക്ക് ആണ്. പിന്നെ നോർമൽ റീഓർഡർ പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ് നോർമൽ റീഓർഡർ പീരീഡ്? 5 വീക്ക് ആണ്. റീഓർഡർ ലെവൽ തന്നിട്ടുണ്ട്. റീഓർഡർ ലെവൽ എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? റീഓർഡർ ലെവല് 3500 യൂണിറ്റ് ആണ്. ഇനി എന്ത് കാണണം നമ്മള്? മിനിമം സ്റ്റോക്ക് ലെവൽ കാണണം. അപ്പൊ സ്റ്റോക്ക് ലെവൽ കാണുന്ന ഇക്വേഷൻ റീഓർഡർ ലെവൽ മൈനസ് റീഓർഡർ ലെവൽ അതിൽ തന്നിട്ടുണ്ട് എത്ര, 3500 തന്നിട്ടുണ്ട്, മൈനസ് നോർമൽ കൺസപ്ഷൻ. നോർമൽ കൺസപ്ഷൻ അതിൽ തന്നിട്ടില്ലേ? നെറ്റ് നോർമൽ കൺസപ്ഷൻ എത്രയാ, 400 യൂണിറ്റ്സ്. ഇനി എന്താണ് നോർമൽ റീഓർഡർ പീരീഡ്? നോർമൽ റീഓർഡർ പീരീഡും തന്നിട്ടുണ്ട്, എത്ര, 5 വീക്ക്. ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻസിൽ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഏതാണ്, റീഓർഡർ ലെവൽ ആണ്. റീഓർഡർ ലെവൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണെന്നുള്ളത്, 3500 യൂണിറ്റ് ആണ്. പിന്നെ എന്ത് ചെയ്യണം, മൈനസ് നോർമൽ കൺസപ്ഷൻ എത്രയാണ്? നോർമൽ കൺസപ്ഷൻ 400 യൂണിറ്റ് ആണ്. 400 ഇൻറ്റു, ഇവിടെ ഇൻറ്റു ഇട്ടിട്ടില്ലേ, ഇൻറ്റു 400 ഇൻറ്റു എത്ര, നോർമൽ റീഓർഡർ പീരീഡ് എത്ര, 5. ഓക്കെ അല്ലേ? ഇനി നമ്മളിത് ചെയ്യുമ്പോൾ 3500 400 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 2000 മൈനസ് എത്രയാ, 2000 എത്ര വരും, 1500 യൂണിറ്റ്സ്. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, നമ്മള് തേർഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്. നമ്മൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് സിമ്പിൾ, അതിലേക്ക് ഡയറക്റ്റ് കൊടുക്കാനേ ഉള്ളൂ. ഇക്വേഷൻ അനുസരിച്ച് അതിലേക്ക് ഈ വാല്യൂസ് എടുത്ത് എഴുതി ചെയ്യാനേ ഉള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മള് ഏതൊക്കെ ചെയ്തു? നമ്മൾ റീഓർഡർ ലെവൽ 2 മെത്തേഡ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മിനിമം ലെവലും ചെയ്തിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മളോട്
മൂന്ന് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. റീഓർഡർ ലെവലും മിനിമം സ്റ്റോക്ക് ലെവൽ അതുപോലെ തന്നെ മാക്സിമം സ്റ്റോക്ക് ലെവൽ. അപ്പൊ നമ്മൾ ഫസ്റ്റ് റീഓർഡർ ലെവൽ കാണണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് റീഓർഡർ ലെവൽ കാണാം. റീഓർഡർ ലെവൽ കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതില് നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സ്പീഡിൽ എഴുതുന്നോണ്ട് എഴുത്തൊക്കെ റെഡി ആവുന്നില്ല. റീഓർഡർ ലെവല്, അതുപോലെ തന്നെ മിനിമം സ്റ്റോക്ക് ലെവല്, പിന്നെ മാക്സിമം സ്റ്റോക്ക് ലെവല്. ഇത്രയും കാര്യങ്ങളാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. റീഓർഡർ ഫസ്റ്റ് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കാം. ഇൻഫർമേഷനിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ 4 കേട്ടോ, ഇലുസ്ട്രേഷൻ 4 പറയുന്നത്. അപ്പം റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 1000 യൂണിറ്റ് ആണ്. ടൈം റിക്വയർഡ് ഫോർ ഡെലിവറി തന്നിട്ടുണ്ട് 2 to 4 months. മാക്സിമം കൺസപ്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ കൺസപ്ഷൻ ഉണ്ട്, മിനിമം കൺസപ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാനും? ഫസ്റ്റ് ഏതാണ്? റീഓർഡർ ലെവലാണ്. അപ്പം റീഓർഡർ ലെവൽ എന്ത് ചെയ്യാ? റീഓർഡർ ലെവൽ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് ഇക്വേഷനെ. അതിൽ ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ ഏത്? മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഈ ഇക്വേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ? ഫസ്റ്റ് മാക്സിമം കൺസപ്ഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 8000 യൂണിറ്റ്സ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് നമുക്ക് 2 to 4 months ആണ് തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് എത്രയാ? 4 അല്ലേ? 4 കൊടുത്തു. അപ്പൊ ആൻസർ എത്ര കിട്ടും? 32,000 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് റീഓർഡർ ലെവൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് മിനിമം ലെവല് കാണാൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ റീഓർഡർ പീരീഡ്. അപ്പൊ അതില് റീഓർഡർ ലെവല് നമ്മളിപ്പോ മേലെ കണ്ടുപിടിച്ചു. എത്ര? 32,000 അല്ലേ? അപ്പൊ റീഓർഡർ ലെവൽ എത്രയാണെന്ന് അറിയാം? 32,000 ആണെന്നറിയാം. മൈനസ് നോർമൽ കൺസപ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 5,000 ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. എത്രയാ? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് നോർമൽ റീഓർഡർ പീരീഡ് നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മുതൽ 4 month ആണ് എന്തെന്ന് പറയുന്നത്?
അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നോർമൽ റീഓർഡർ പീരീഡ് കാണാന് അപ്പൊ 2+4 ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു നോട്ടായിട്ട് കാണിച്ചു തരാം. നമുക്ക് എന്തറിയില്ല, നോർമൽ റീഓർഡർ പീരീഡ് അറിയില്ല. നോർമൽ റീഓർഡർ പീരീഡ് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് കാണണം. അപ്പൊ നമുക്ക് തന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? 2 മുതൽ 4 മന്ത് വരെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ടൈം ഓഫ് ഡെലിവറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2+4 ഡിവൈഡഡ് ബൈ 2 ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? നോർമൽ റീഓർഡർ പീരീഡ് എന്ന് കിട്ടും. അപ്പൊ 2+4 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അതാണ് നമ്മൾ ഇവിടെ എന്തായിട്ട് എടുക്കുന്നത്? നോർമൽ റീഓർഡർ പീരീഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പം 5000 ഇൻറ്റു 3 കൊടുക്കുക. ഇനി ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 32,000. 5000 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15,000 കിട്ടും അല്ലേ? 15,000 ടോട്ടൽ ഇപ്പൊ എത്ര ആയി? കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 17,000 യൂണിറ്റ്സ് ആണ് എന്തില്? മിനിമം ലെവലില്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സി എന്ന് പറയുന്നത് ഏതാണ്? മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ കണ്ടിട്ടില്ലല്ലേ? നമ്മൾ ഇതുവരെ റീഓർഡർ ലെവലും മിനിമം ലെവലും കണ്ടുള്ളൂ. മാക്സിമം ലെവൽ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ്, ഞാനിത് ഇങ്ങോട്ട് എഴുതുന്നുണ്ട്, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം മാക്സിമം ലെവൽ കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറക്കി എഴുതി വന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. അപ്പം ഫസ്റ്റിൽ എന്തൊക്കെയാ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്? നമുക്ക് റീഓർഡർ ലെവൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു. എത്രയാണെന്ന് അറിയാം. റീഓർഡർ ലെവൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് എത്രയാ? 32,000 അല്ലേ? അപ്പം 32,000 പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ഫസ്റ്റിൽ തന്നിട്ടുണ്ട് എത്രയാ? 13,000 മൈനസ് മിനിമം കൺസപ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാ? 3,000 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. നമ്മൾ ഇവിടെ 2 മുതൽ 4 മന്ത് വരെയാന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും മിനിമം ഏതാ? 2 അല്ലേ? ആ 2 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം പുറത്ത് ചെയ്യാൻ. അപ്പൊ ബ്രാക്കറ്റിൽ ചെയ്യാം. 3,000 ഇൻറ്റു 2 6,000 അല്ലേ? 6,000 ഇത് നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ തന്നെ എഴുതാം. മൈനസ് 6,000. അപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര വരും? ഓക്കെ, അപ്പൊ 56,000 ആണ് നമ്മള് മാക്സിമം സ്റ്റോക്ക് ലെവലിന്റെ ആൻസർ വരിക. മാക്സിമം സ്റ്റോക്ക് ലെവല് 56,000. അപ്പം റീഓർഡർ ലെവൽ കണ്ടു, മിനിമം ലെവൽ കണ്ടു, മാക്സിമം ലെവൽ കണ്ടു. റീഓർഡർ ലെവൽ കാണാൻ മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അതല്ലാതെ ഒരു ഇക്വേഷനും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? മിനിമം ലെവൽ പ്ലസ് കൺസപ്ഷൻ ഡ്യൂറിങ് ദി
ടൈം റിക്വയർഡ്. ഓക്കെ, പിന്നെ മിനിമം ലെവൽ കാണാൻ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം, ബ്രാക്കറ്റിലുള്ളത് ചെയ്തതിന് ശേഷം ഇവിടെ സ്പെസിഫിക് എമൗണ്ട് ഒന്ന് കൂടുതൽ ഇപ്പം നമ്മൾ ഇവിടെ ചെയ്തില്ല, അതുപോലെ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിന് പുറത്തുള്ളത് ചെയ്യുക. അപ്പൊ മിനിമം ലെവൽ കണ്ടു. നെക്സ്റ്റ് മാക്സിമം ലെവൽ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ ഇല്ലുസ്ട്രേഷൻ 4 ആണല്ലേ ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് EOQ ആണ്. EOQ ആണ് പിന്നെ പ്രോബ്ലം വരുന്നത് EOQ-ലാണ്. ഇത് ഇല്ലുസ്ട്രേഷൻ 5-ലാണ് EOQ വരുന്നത്. ഓക്കെ, എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്? EOQ ആണ്. EOQ പറഞ്ഞാൽ എന്താ? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിലൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്ത്? √2UO ഡിവൈഡഡ് ബൈ I. അതില് U എന്ന് പറയുന്നത് എന്തായിരുന്നു? ആനുവൽ യൂസേജ് ആണല്ലേ. O എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓർഡറിംഗ് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു കോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? O ആയിട്ട്. I എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയിങ് കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു കോസ്റ്റ് ഓഫ് ക്യാരിയിങ് 1 യൂണിറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്? I എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ എഴുതണ്ടല്ലോ, നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ്ലി വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇല്ലുസ്ട്രേഷൻ 5-ൽ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോവിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ദി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിൽ ഏതൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുള്ളത്? ആനുവൽ യൂസേജ്. നമുക്കൊന്ന് തന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാ, ഒന്ന് എഴുതി വെക്കുക. ആനുവൽ യൂസേജ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 6000 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? യു നമുക്ക് അറിയത്തില്ല, O, I. തന്നതിൽ ഏതാണ് ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ഫസ്റ്റ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആനുവൽ യൂസേജ് തന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് എത്രയാണ്? ₹2.50 ആണ്. പിന്നെ എന്തുണ്ട്? കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് വൺ ഓർഡർ. അതിന് എത്ര എമൗണ്ടാ പറഞ്ഞിട്ടുള്ളത്? ₹50. നെക്സ്റ്റ് ആനുവൽ ക്യാരിയിങ് കോസ്റ്റ്. ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ആണല്ലേ. എത്രയാണ്? 20% ഓഫ് ദി ഇൻവെന്ററി വാല്യൂ. ഇൻവെന്ററി വാല്യൂവിന്റെ ഷോർട്ടാക്കി എഴുതാണേ. ഇൻവെന്ററി വാല്യൂവിന്റെ 20% ആണ് എന്തെന്ന് പറയുന്നത്? ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ ആണ് അതിൽ തന്നിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ വേണം? UOI വേണം. U എന്ന് പറയുന്നത് എന്തായിരുന്നു? ആനുവൽ യൂസേജ് ആണ്. അപ്പൊ ആനുവൽ യൂസേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് U എന്താന്ന് കിട്ടിയിട്ടുണ്ട്? 6000 യൂണിറ്റ് ആണ്. O എന്ന് പറയുന്നത് എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ, അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഇതില് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനില് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ ഇൻക്ലൂഡിംഗ് ദി കോസ്റ്റ് ഓഫ് റിസീവിംഗ് ദി ഗുഡ്സ്. അപ്പം എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലേ, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് വൺ ഓർഡർ എത്രയാണ്? 15 ആണ്. അപ്പം O എന്ന് പറയുന്നത് എന്താ?
50. ഇനി ഐ ആണ് അറിയേണ്ടത്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആനുവൽ ക്യാരിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 20% ആണ് എന്തിന്റെ? ഇൻവെന്ററി വാല്യൂന്റെ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ക്യാരിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് 20% ഓഫ് ഇൻവെന്ററി വാല്യൂ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയലിന്റെ എത്ര ശതമാനമാണെന്ന് പറഞ്ഞത്? 20%. അപ്പം ഈ 2.50ന്റെ 20% കാണണം. എങ്ങനെയാ? എന്താ ചെയ്യേണ്ടി വെച്ചാല് നമ്മള് ഇതിന് 20% എങ്ങനെ കാണാന്ന് വെച്ചാല് എവിടെ 2.50 ആണല്ലേ. 20 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 2.50 ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 0.5. അത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? 5ന്റെ അപ്പുറം എങ്ങനെയായാലും 0 ഉണ്ടാവൂലേ. അപ്പൊ നമ്മള് എന്തായിട്ട് എടുക്കുക? ഐ നമ്മള് എന്തിന്റെ 2.5ന്റെ എത്ര പെർസെന്റേജ് ആണ്? 20% ആണ്. 20% ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടി? 0.50 ഐയും കിട്ടി. ഇനി നമ്മൾ നേരെ ഡയറക്റ്റ് എന്ത് ചെയ്യാ? ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷൻ എന്താണ്? EOQ is equal to √2 into U into O divided by I. ഓക്കെ അല്ലേ? ഇനി വാല്യൂസ് കൊടുക്കുമ്പോൾ 2 into U എന്ന് പറയുന്നത് 6000 into O എന്ന് പറയുന്നത് 50 ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്നത് കിട്ടി നമുക്ക് എത്രയാ? 0.50. ഇനി നമുക്ക് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. 2 into 6000 into 50 is equal to 1,80,000 വരും. അപ്പം ഇത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 1,80,000 കിട്ടി ഡിവൈഡഡ് ബൈ 0.50. ഇനി എന്ത് ചെയ്യാ? കിട്ടിയ ആൻസർ എത്രയാ? റൂട്ട് ഡിവൈഡഡ് ബൈ 0.50. ഓക്കെ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 3,60,000 കിട്ടും. ഇവിടെ എഴുതാം. അപ്പൊ റൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, രണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3,60,000 കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ റൂട്ട് കാണാം. കാൽക്കുലേറ്ററിൽ റൂട്ട് എന്ന് അടിച്ചിട്ട് ഈ എമൗണ്ട് എന്ത് ചെയ്യാ? അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 600 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് EOQ. സിമ്പിൾ ആണ്. ഇനി എന്താ? ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനും കൂടി പറയുന്നുണ്ട്. നമ്മൾ EOQന്റെ സ്റ്റോക്ക് ലെവൽസിലുള്ള പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? EOQ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ടായിരുന്നില്ലേ? ആ ഭാഗത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇല്ലുസ്ട്രേഷൻ 6 ആണ്. ഇല്ലുസ്ട്രേഷൻ 6ല് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഫോർ ദ ഇയർ 2018 ഫ്രം ദി ഫോളോവിംഗ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്രസ് ദി സെയിം ഇൻ നമ്പർ ഓഫ് ഡേയ്സ്. ദി ആവറേജ് ഇൻവെന്ററി ഈസ് കൺസ്യൂംഡ് ഫോർ ഈച്ച് മെറ്റീരിയൽ ആൻഡ് കമന്റ് ഓൺ ദി പർച്ചേസിംഗ് പ്രൊസീജിയർ. നമുക്ക് രണ്ട് വേരിയബിൾ തന്നിട്ടുണ്ട്, മെറ്റീരിയൽ എക്സും ഉണ്ട്, മെറ്റീരിയൽ വൈയും ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും എന്ത് കാണണം? ടേൺ ഓവർ റേഷ്യോ കാണണം.
അതിൽ ഫസ്റ്റ് വൺ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസിങ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് അതിൽ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി വെച്ചാൽ നമ്മൾ എന്താണ് CGS കാണണം. CGS പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലായിരുന്നോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറി ബേസിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് CGS കാണാം. CGS കാണാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്ന ഇൻഫർമേഷൻ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്തെന്ന് പറയുന്നത്? CGS എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിലേക്ക് പർച്ചേസിങ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? CGS കിട്ടുക. അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ട്, മെറ്റീരിയൽ എക്സ് ഉണ്ട്, മെറ്റീരിയൽ വൈ ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും കാണണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇവിടെ എഴുതിയിടാം, പറയാൻ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്, വൈ എന്നുള്ള വേരിയബിൾ ഉണ്ട്. അതിന്റെ എക്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനില്? 40,000. വൈൻ്റെത് 60,000. ഇനി പർച്ചേസ് എന്ന് പറയുന്നത് എത്രയാണ്? 2,80,000 അല്ലേ? മറ്റേത് 80,000. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 20,000, ഇത് 40,000. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത്. ഇനി നമുക്ക് ആൻസറിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടി പറഞ്ഞത്? CGS കാൽക്കുലേറ്റ് ചെയ്യണം. CGS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? CGS is equal to ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്യണം, നമ്മൾ ടേബിൾ ആക്കി ചെയ്യുന്ന പെട്ടെന്ന് കഴിയും. അപ്പം ഓപ്പണിംഗ് ഏതിൻ്റെയൊക്കെയാ? എക്സിന്റെയും വേണം, വൈൻ്റെയും വേണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എക്സിന്റെയും കാണണം, വൈൻ്റെയും. നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാ? 40,000 ഒന്ന് 60,000. ഇനി നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? ഇവിടെ പറഞ്ഞു എന്ത്? പർച്ചേസിന്റെ എമൗണ്ട് എത്രയാണ്? 2,80,000 80,000. ഇതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്യാം നമുക്ക്. അപ്പം 40,000 പ്ലസ് 2,80,000 എന്ന് പറഞ്ഞാൽ 3,20,000 എന്ത് കിട്ടും? എക്സിൻ്റെയിൽ കിട്ടും. വൈൻ്റെത് 1,40,000 എന്ത് കിട്ടും? വൈൻ്റെതും കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആഡ് പർച്ചേസ് ചെയ്തപ്പോൾ ഈ എമൗണ്ട് കിട്ടി. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. അപ്പം ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000 40,000. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം ഇതിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 lakh കിട്ടും, 1 lakh കിട്ടും. ഓക്കെ അല്ലേ? 3 lakh കിട്ടി, 1 lakh കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി? അപ്പൊ നമുക്ക് CGS കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പില് ആവറേജ് ഇൻവെന്ററി കാണണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ബേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് ഇൻവെന്ററി കാണാന്
ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഇൻവെന്ററി ആണ്. ആവറേജ് ഇൻവെന്ററി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഇൻവെന്ററി കിട്ടും. ഇക്വേഷൻസ് ഒക്കെ മസ്റ്റ് ആണ്, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ആവറേജ് ഇൻവെന്ററി കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ഇൻവെന്ററി കിട്ടും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെയും കാണണം, വൈന്റെയും കാണണം. അപ്പോൾ ആദ്യം നമുക്ക് എന്തിന്റെ കാണാം? എക്സിന്റെ കാണാം. എക്സിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 40,000 പ്ലസ് എക്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 20,000 ഡിവൈഡഡ് ബൈ എത്രയാ? 2. അപ്പം ആൻസർ എത്ര കിട്ടും? 30,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ഇൻവെന്ററി എന്തിന്റെ കിട്ടി? എക്സിന്റെ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ഇനി വൈന്റെ കാണണം. വൈൻ്റെത് ഓപ്പണിംഗ് എത്രയാണ്? 60,000 പ്ലസ് ക്ലോസിംഗ് 40,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ചെയ്യട്ടെ. എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 50,000 കിട്ടും. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണേണ്ടത്. അപ്പോൾ ഓക്കെ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാം കേട്ടോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്താണ്? സിമ്പിൾ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. എന്ത്? CGS ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കാരണം മേലെ ഇൻവെന്ററി കൺട്രോൾ റേഷ്യോ കാണാൻ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് ഡ്യൂറിംഗ് ദി പീരീഡ്. അത് ഇൻവെന്ററി കൺട്രോൾ റേഷ്യോ കാണാനാണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കാണാൻ ഏതാണ്? CGS. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച CGS ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ട്ടോ. ആവറേജ് ഇൻവെന്ററി CGS ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. CGS നമ്മൾ ഓരോന്നിന്റെയും കാണണം ഞാൻ പറഞ്ഞു അല്ലേ? CGS നമുക്ക് എത്ര കിട്ടിയത്? എക്സിന്റെ കേസിൽ CGS എന്ന് പറഞ്ഞത് 3 lakhും y 1 lakh ആണ് അല്ലേ? അപ്പം എക്സിന്റെ കേസ് പറയുമ്പോൾ എത്രയാണ്? 3 lakh. വൈൻ്റെ 3 lakh ആവറേജ് ഇൻവെന്ററി. നമുക്ക് എക്സിന്റെ നമ്മൾ ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 30,000. 30,000 ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 30,000 ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. 10. ഇനി വൈൻ്റെത് ചെയ്യുമ്പോൾ എത്രയാണ്? നമുക്ക് CGS നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 1 lakh ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി നമുക്ക് എത്ര കിട്ടിയത്? 50,000. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇത് 10 ടൈംസ് ആണ്, അതുപോലെ തന്നെ ഇത് 2 ടൈംസ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? എക്സ് അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻവെന്ററി റേഷ്യോ കൂടുതൽ ഏതിനാണ്? എക്സിനാണ്. അപ്പം
കൂടുതൽ റേഷ്യോ ഉള്ളത് ഏതാണ്? എക്സിനാണ്. 10 ടൈംസ് ഉണ്ട്. അതുപോലെ തന്നെ വൈന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. കുറവാണ്. അപ്പം എക്സും വൈയും നമ്മൾ നോക്കുമ്പോൾ എക്സ് എന്താണ്? ഫാസ്റ്റ് മൂവിങ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ വൈ എന്താണ്? സ്ലോ മൂവിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പ്രോബ്ലംസേ യൂണിറ്റ് 4 വരുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.